ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹണി ഫാഷൻ ഡേക്ക്. ഇന്നത്തെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് ഹെയർ ബോ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സാറ്റിൻ്റെ റിബണും പ്ലാസ്റ്റിക്കിൻ്റെ ബോയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോയും സാറ്റിൻ റിബണും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 185 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം പ്രോഡക്റ്റ്സുകൾ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ്, ആ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് ബോ എന്ന് പറയുന്നത്. ഇതേ സെയിം സാധനം നമുക്ക് ഈ ഒരു ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതേ കണ്ടോ, ഇതേപോലെ ഒന്ന് ഒരു ബോ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഏറ്റവും നല്ലത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വേറൊരു ടൈപ്പ് കാണിച്ചു തരാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നമുക്ക് ഇത്തവണ കുറച്ച് കളേഴ്സ് ബോയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു റോസ് കളറാണ് കേട്ടോ. സെയിം തന്നെ നമുക്ക് റിബണും ഉണ്ട്. റോസ് റിബൺ വെച്ചിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ഹെയർ ബോ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ മോഡൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം, ഒന്നൊരുക്കി കൊടുക്കാം. മധ്യത്തൂടെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് പോലെ ഇട്ടെടുക്കുക. അത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ എടുക്കത്തില്ലേ, മധ്യത്തൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സൂചി കുത്തി കുത്തി എടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞൊറ് വരും കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് എത്ര വലിപ്പത്തിനാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും എടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എടുക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? സൂചി ഇങ്ങനെ മധ്യത്തൂടെ ചുമ്മാ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിങ്ങനെ പുഴുവിനുണ്ടാക്കില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നൂത്തെടുക്കണ്ട കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തന്നതാണ്. മടക്കി തന്നെയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് വലിയ കെട്ടിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളകി വരും. സാറ്റൻ റിബണിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ളത് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് താഴെ നമ്മളിടുന്ന നോട്ട് കുറച്ച് വലുതായിരിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ഒരു സൈഡ് താഴെ ഉരുക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഉരുക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ആ ഉരുക്കിയതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഹെയർ എക്സസൈസ് ക്ലാസ്സും കൂടി ആയില്ലേ. കുറേ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടേക്കുമ്പോൾ അതേപോലെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തരാറുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ആവുന്നില്ല, ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇതുപോലുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അടിപൊളിയാവും കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്ക് തന്നെയാണ്. പണ്ടൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു വർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പല മോഡലിലുള്ള ഫ്ലവേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞൻ പുഴുവിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇട്ട് എടുക്കാം. കണ്ടോ, ഇതേമാതിരി ഇങ്ങനെ ഞൊറിവിട്ടെടുത്തിട്ട് നമ്മൾ സാറ്റിൻ്റെ കവർ ചെയ്തിട്ടുള്ള ബോയിൽ ഇതേപോലെ വർക്ക് ചെയ്തിട്ട് ഇതേ കണക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേ ബോയിൽ നമുക്കത് കണക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു 550 രൂപയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സാറ്റിൻ്റെ ബോ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബോ ഉണ്ട്, സാറ്റിൻ്റെ റിബൺസ്, അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു എലാസ്റ്റിക്, ബീഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. 550 രൂപയാണ് ഷിപ്പിംഗ് അടക്കം ആ കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്ട്സുകളൊക്കെ മേക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതെടുത്തിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കാം, പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പഠിക്കാനല്ല, സെയിലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹെയർ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബോ നിങ്ങൾക്ക് 45-50 രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ. അതായത് ക്രഞ്ചീസിൻ്റെ ഒരു ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ടൈപ്പ് ക്രഞ്ചീസ് എന്ന് പറയുന്നത്. ക്രഞ്ചി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എന്ത് പറയാം, ഹെയർ ബണ്ണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു കുഞ്ഞൻ ബോ കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലും ഒക്കെ 550 രൂപയുടെ ഒരു കിറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കണ്ടോ, നല്ലൊരു കുഞ്ഞൻ കാണാൻ ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബോ, ഒരു ബോയാണ് ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കാണ്. അപ്പം കണ്ടോ, നിങ്ങൾക്കിത് ഈ ഇലാസ്റ്റിക് കവർ ചെയ്തും കവർ ചെയ്യാണ്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വർക്കിന്ന്
പുറത്ത് പോയി നമുക്ക് വീണ്ടും ചെയ്ത് തുടങ്ങാം. ഇതേപോലെ ഇങ്ങനെ കുട്ടി 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 പ്ലീറ്റുകൾ ഇട്ടിട്ട് നമുക്കതിനെ ഫിനിഷ് ചെയ്യാം. ഇത് ഭയങ്കര സ്പീഡിന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഷോപ്പിലത്തോട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു 6 കളറിങ് ഒക്കെ ചെയ്തിട്ട് കൊടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയായി. ഇനി നമുക്കിതിനെ ഇങ്ങനെ കെട്ടാം. ഇത് മതി. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അറ്റം നല്ല വൃത്തിക്ക് ഉരുക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ ആദ്യം ചെയ്തപ്പോഴത്തേക്കും ചെറുതായിട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം കണ്ടോ, വിട്ടൊന്നും പോവില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ആ ഒരു അടിഭാഗം ഉരുക്കുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഉരുക്കി കൊടുക്കുക. ഉരുക്കിയതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ എൻഡ് ചെയ്യുമ്പോഴും ഉരുക്കിയതിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോഴത് ഊരിപ്പോവാതെ ഇരിക്കും. ഇനി നമുക്കിത് രണ്ടും കൂടി ഇങ്ങ് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഒരുപാട് ഇതാക്കണ്ട, അതായത് വലിച്ച ആ ഒരു ഇത് വരുത്തേണ്ടത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് നമുക്ക് ഫ്ലവർ ആയില്ലേ, ഒരു ഫ്ലവറായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനാദ്യം നമുക്ക് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കണം. സാറ്റിൻ്റെ റിബൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. അറിയാമല്ലോ, പിഞ്ചി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഹെയർ ബോ എടുക്കാം. ഇതിൻ്റെ 2 അറ്റം കണ്ടോ, സെൻറ്ററിന്ന് 2 അറ്റത്തും പല്ലുകൾ വന്നിട്ടുണ്ട്. ആ പല്ല് വരുന്നതിൻ്റെ കുറച്ച് ഇപ്പുറ ഭാഗത്തായിട്ട്, അതായത് ഇവിടെയാണ് എൻ്റെ പല്ല് വരുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ആ പല്ലിൻ്റെ നേർക്ക് ഈ ഒരു സാധനം വരുന്ന പോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കിതിവിടെ അങ്ങ് കെട്ടിക്കൊടുക്കാം. സെയിം കളർ ത്രെഡ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വേറൊരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. സെയിം കളർ ത്രെഡ് എടുത്താൽ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വേറൊരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇതേപോലെ ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരിക്കണം. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇത് നല്ല സ്റ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇവിടെയും ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും. മനസ്സിലായോ? ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പറയാമല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഇതുണ്ടാകത്തില്ല. അപ്പോൾ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. പക്ഷേ ഒട്ടിച്ച് മാത്രം കൊടുക്കുകയും ചെയ്യരുത്, പെട്ടെന്ന് ഇളകിപ്പോരും. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് 2 കാര്യങ്ങളും ഈ ഒരു ടൈപ്പ് ബോ ചെയ്യുമ്പോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു കൊമ്പ് നമ്മൾ റെഡിയാക്കി. ഇനി നെക്സ്റ്റ് കൊമ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കണം. അത് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആദ്യം അത് ചെയ്തെടുക്കട്ടെ. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ഇതേപോലെ സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ എന്തായി നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ, വീട്ടുജോലിയും കാര്യങ്ങൾക്കും ഇടയിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത് ഇന്നലെ ഇട്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷേ 1 വർഷമായി, വീണ്ടും സ്കൂൾ അടയ്ക്കാറായി. ഞാൻ ഏപ്രിലോട്ടാണെന്ന് തോന്നുന്നു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ പോകുന്നില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വരെ ഉച്ചയ്ക്ക് ഇങ്ങനെ പോയി വരാനുള്ളൊരു സിറ്റുവേഷൻസ് ഇപ്പം ഇല്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പുതിയ അനുഭവമായിരുന്നു. പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുമക്കൾക്ക് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഓൺലൈൻ വഴിയും അല്ലാതെയൊക്കെ ഈ ഒരു ഹെയർ എക്സസറീസിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാറുണ്ട്. കുഞ്ഞു ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അടിപൊളിയാണ്. നല്ല രസമായിരുന്നു സമയം പോകാനും ഒക്കെ. അപ്പോൾ ഇത്തവണ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇത്തവണ പോകണം എന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ സാഹചര്യം വെച്ചിട്ട് പോകുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെയർ എക്സസറീസോ കാര്യങ്ങളോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മിക്ക കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെഹന്തി ഇടുമ്പോഴത്തേക്കും ഒരു വർക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള സംഭവങ്ങളും ചെയ്യുമ്പോൾ പല വർക്കും നമ്മൾ ഒരേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ ഡിഫറെൻറ്റ് മോഡലിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരേ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല മോഡലിൽ അത് കിട്ടും. ഇപ്പം തന്നെ ഞാൻ ഈ ഒരു വർക്കും അതുപോലെ സാറ്റിൻ വെച്ചിട്ട് ഈ ഒരു വർക്കും ചെയ്തേക്കുന്നത് സെയിം
തന്നെയാണ്. പക്ഷേ ആ രണ്ട് മെറ്റീരിയലിലായപ്പോഴും അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വന്നപ്പോഴും മോഡലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാനുള്ള ആ ലുക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹെയർ ആക്സസറീസ് ആണെങ്കിലും സ്റ്റിച്ചിങ് അല്ല, ഹെയർ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പോയി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് പൈസയൊന്നും കൊടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോസൊക്കെ കണ്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ വെക്കേഷനാണ്, നിങ്ങൾ മറക്കണ്ട. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്കും ഈ ഒരു വെക്കേഷനിൽ ഇതൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടെയാണ് സ്കൂൾ ഉറപ്പ് എന്നൊക്കെ പറയുന്നത്. സ്കൂളിനേക്ക് അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വെക്കുക, എന്നിട്ട് അവിടേക്ക് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടും ഒരളവിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് 2 റിബൺ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അത് കുറേ നാളായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കറക്റ്റ് അളവെടുത്ത് അളന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് ഞാനങ്ങ് ചെയ്യുവാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒന്ന് അളന്ന് കറക്റ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 20 ഇഞ്ചോ 25 ഇഞ്ചോ 30 ഇഞ്ചോ ഒക്കെ വേണ്ടി വരും ഒരെണ്ണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 മതി കേട്ടോ. 20 ഇഞ്ചൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ശരിയാവുമോ എന്ന്. അപ്പം അതേ അളവ് തന്നെ അടുത്തതും എടുത്താൽ മതിയല്ലോ. അടുത്തത് മേക്ക് ചെയ്തു, നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം. രസമല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ട്. ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് കിട്ടും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ സെയിം വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, കുറച്ച് നാൾ മുന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് കുറേ നാളായി കാണിച്ച് തന്നിട്ട്, അതിൻ്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരിലോട്ടും ഈ ഒരു വർക്കും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പുതിയ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കുട്ടി വർക്ക്. അപ്പോൾ ഇതേപോലെ പഞ്ഞി വെച്ചിട്ട് ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെയിം നമുക്ക് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഈ സാറ്റിൻ്റെ റിബൺ എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ ഒരാളല്ല എന്നുള്ള കാര്യം. നല്ല ഭംഗിയിൽ കണ്ടോ, രസമല്ലേ? മാഷാഅല്ലാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒട്ടിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് രണ്ടും ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാനുള്ളൊരു സൗകര്യം എനിക്കില്ല, അതായത് പ്ലഗ് ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ലപോലെ നമുക്ക് ടൈറ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, പ്ലാസ്റ്റിക് ബോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് കുഞ്ഞുമാവൾക്ക് ഈ സാറ്റിൻ്റെ ബോ യൂസ് ചെയ്യുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ തലയിൽ ഇരിക്കുന്നില്ല, ഇളകി പോകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബോയ്ക്ക് പറ്റും. എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോയ്ക്ക് ഈ ഒരു പല്ല് പോലത്തെ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, അപ്പം കുറച്ചും കൂടി ഫിറ്റായിട്ടിരിക്കും തലയിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും വേണ്ട. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ വൈറ്റ് കളർ ബോയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് മെറ്റീരിയൽ ചുറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ റിബൺ ചുറ്റി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് സെയിം കളർ ബോൾ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. കണ്ടോ, പ്ലെയിൻ ബോ എടുക്കാം, അതിൻ്റെ അകത്തേക്ക് ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യ്. ഞാൻ നേരത്തെ കാണിച്ച കിറ്റ് 185 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ആ കിറ്റ് വരുന്നത്. അതിൻ്റെ അകത്ത് സെയിം കളർ പ്ലാസ്റ്റിക് ബോയും സെയിം കളർ സാറ്റിൻ റിബണും വരുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി വർക്കുകൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വർക്കാണ്. ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.